വംദാസിൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഈ അക്രമികളെ മാറി നിൽക്കിനെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കടാ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അധികാര കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാകുമ്പോൾ അഹങ്കാരികളും ധിക്കാരികളും സത്യവിശ്വാസികളുടെ ഇടയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുമ്പോൾ സൂര്യൻ ഒരു ചാൺമുകളിൽ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരെല്ലാം ഇങ്ങനെ വിയർപ്പിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരുടെയും പാപങ്ങൾക്കനുസരിച്ച് അതാ വിയർപ്പ് പൊന്തി വരികയാണ്. സൂര്യൻ മീതെ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ചെമ്പിന്റെ തറയിൽ ആ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ഓടുകയാണ്. ആരും ആരെയും നോക്കുന്നില്ല, ആരും ആരെയും സഹായിക്കാൻ തയ്യാറാകുന്നില്ല. സ്വന്തം മാതാപിതാക്കൾ ഓടുകയാണ്, മക്കളോടുകയാണ്, ഭാര്യയോടുകയാണ്, ഭർത്താവ് ഓടുകയാണ്. അന്ന് അവനവന്റെ ശരീരത്തിന്റെ കാര്യമാണ്, സ്വന്തം ശരീരത്തിന്റെ കാര്യമാണ്, അത് നോക്കിക്കൊണ്ട് ഓടുന്നു. എന്റെ കാര്യം എങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു കിട്ടുമോ ഈ മഹ്ശറിൽ? എന്റെ അവസ്ഥ എങ്ങനെ? ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗ്ഗത്തിലേക്ക് പോകട്ടെ, മറ്റൊരു വിഭാഗം നരകത്തിലേക്ക് പോകട്ടെ എന്ന് അങ്ങനെ വേർതിരിച്ചു നിർത്തുമ്പോൾ എന്റെ ഗതി എന്താ? ഞാൻ സ്വർഗ്ഗത്തിലേക്കോ നരകത്തിലേക്കോ? നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ എനിക്ക് നന്മയാകുമോ ഏറെ ഉണ്ടാവുക, അതോ തിന്മയാകുമോ? വലത് കൈയിലാണോ എനിക്ക് കിതാബ് തരുന്നത്, അതല്ല ഇടത് കൈയിലാണോ കിതാബ് തരുന്നത്? സിറാത്ത് എന്ന പാലത്തിൽ നരകത്തിന്റെ മേൽ നാട്ടപ്പെട്ടിട്ടുള്ള ആ നൈർമല്യമായ പാലത്തിന്റെ മുകളിലൂടെ എനിക്ക് വിട്ടുകടന്ന് പോകാൻ കഴിയോ, അതോ ഞാൻ നരകത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽ അധപ്പതിച്ചു പോകുമോ? ഇങ്ങനെ പല വിധത്തിലുള്ള വേവലാദികളും മാവലാദികളുമാണ് മഹ്ശറിൽ കേൾക്കാൻ കഴിയുന്നത്.